രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്ന ആവശ്യം. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ ആസ്തി വിവരത്തിൽ അപാകതയുണ്ടെന്ന സുപ്രീംകോടതി അഭിഭാഷക ആവണി ബെൻസാൽ വരണാധികാരിക്ക് പരാതി നൽകി. കൂടുതൽ വിവരങ്ങളുമായി വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, ഈ ആസ്തിയുമായി ബന്ധപ്പെട്ട് എന്താണ് ആക്ഷേപമുള്ളത്? അസിത, ഈ നാമനിർദ്ദേശ പത്രികക്കൊപ്പം സമർപ്പിച്ച രേഖകളിൽ തെറ്റായ വിവരങ്ങൾ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചു എന്നാണ് നിലവിൽ ആവണി ബെൻസാലെ പരാതി ആയി ജില്ലാ കളക്ടർ ജെറോം നിക് ജോർജിന് നൽകിയിരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതിയും നൽകിയത്. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി സത്യവാങ്മൂലത്തിലെ തെറ്റുകൾ കണ്ടെത്തണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്നുമാണ് പ്രധാനമായ ആവശ്യം. 2021-22 വർഷം 680 കോടി രൂപ മാത്രമാണ് 680 രൂപ മാത്രമാണ് ആദായ നികുതി പരിധിയിൽ വരുന്നതായി സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിട്ടുള്ളത്. 28 കോടി രൂപ മാത്രമാണ് ആസ്തി എന്നാണ് സത്യവാങ്മൂലത്തിലെ കണക്കുകൾ. ജൂപ്പിറ്റർ ഉൾപ്പെടെയുള്ള പ്രധാന കമ്പനികളുടെ കണക്കുകൾ ഒന്നും സത്യവാങ്മൂലത്തിൽ ഇല്ല എന്നാണ് ആവണി ബെൻസാലയുടെ പ്രധാനമായ ആരോപണം. ബംഗളൂരുവിലെ വസതിയുടെ ഉടമസ്ഥാവകാശവും രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു. വസ്തുനികുതി അടച്ചതിന്റെ രേഖകളും അഭിഭാഷക പുറത്തുവിട്ടിട്ടുണ്ട്. തെറ്റായ വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ച NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്നാണ് ഇപ്പോൾ നിലവിൽ വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.